ഒരു മേജർ ഓപ്പറേഷന് കോൺഗ്രസ് വിധേയമാകണം. രോഗി രക്ഷപ്പെടണമെങ്കിൽ രോഗത്തിൻ്റെ കാരണം കണ്ടെത്തി ഒരു അടിമുടി ഒരു അഴിച്ചുപണിക്ക് കോൺഗ്രസ് തയ്യാറായേ പറ്റൂ. പരാജയങ്ങൾ വിലയിരുത്തട്ടെ, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് വീഴ്ച പറ്റിയത് പഠിക്കണം, അതിന് പരിഹാരമുണ്ടാകണം. പാർട്ടി ഈ നിലയിൽ മുന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും സാധ്യമല്ല. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനേറ്റ മുറിവ്, ആ മുറിവ് ഉണക്കണം. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് പ്രസിഡന്റിന്റെ കുഴപ്പമാണ്, ഉമ്മൻചാണ്ടിയുടെ കുഴപ്പമാണ്, മുല്ലപ്പള്ളിയുടെ കുഴപ്പമാണ്, രമേശ് ചെന്നിത്തല കുഴപ്പമാണ് എന്ന് പറഞ്ഞൊഴിയുന്നതിന് പകരം അടിമുടി കോൺഗ്രസ് പാർട്ടി പ്രത്യേകമായ സംഘടനാ സംവിധാനത്തെ പറ്റി ഗൗരവതരമായി ചർച്ച ചെയ്യണം. സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടാവും, തോൽവിയുണ്ടാവും. നമ്മളിപ്രാവശ്യം ജയിക്കുമെന്ന് നല്ല പ്രതീക്ഷയിൽ നിന്നതാണ്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്താണ് അതിൻ്റെ അപാകതകൾ എന്നുള്ളത് വളരെ അപഗ്രഥനം നടത്തേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമസ്കാരം. വമ്പൻ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം. പാളയത്തിൽ പട പരസ്യമായി പുറത്തുവരുന്നത് ആദ്യമല്ല കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി. പക്ഷേ കനത്ത തോൽവിക്ക് ശേഷം വിമർശനങ്ങൾ ഉയർന്നത് നേരിട്ട് നേതൃത്വത്തിലേക്കാണ്. KPCC അധ്യക്ഷ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങളും തലമുറ മാറ്റത്തിലേക്ക് നീങ്ങണമെന്ന് പരസ്യമായി ആവശ്യമുയരുന്നു. ആര് നയിക്കും ഇനി ഈ പാർട്ടിയെ? പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞിൽ ഓടുമോ ഇനി കോൺഗ്രസ്? പരിശോധിക്കുന്നു. വാർത്തയിൽ നിന്ന് സ്വാഗതം. KPCC സെക്രട്ടറി പഴകുളം മധു നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരും. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരായ N ശ്രീകുമാറും ശ്രീ ജേക്കബ് ജോർജും നമുക്കൊപ്പം വാർത്തയിൽ നിന്നിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം. ശ്രീ N ശ്രീകുമാർ, ഉറങ്ങുന്ന ഒരു പ്രസിഡന്റിനെ എന്തിന് വേണമെന്നാണ് ഹൈബീഡൻ ഇട്ട പോസ്റ്റ്. അതാണ് വന്നിരിക്കുന്നതിൽ ലാസ്റ്റ് വിമർശനം, അത് അവസാനത്തേതുമല്ല. ഏത് രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് കോൺഗ്രസ് കടക്കണമെന്നാണ് അകത്തുനിന്നുയരുന്ന ആവശ്യമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഏത് ഘട്ടത്തിലാണ് പാർട്ടി? അല്ലാതെ ഹൈബീഡനാണ് ആ പോസ്റ്റ് ഇട്ടതെങ്കിൽ അത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം KPCC പ്രസിഡന്റ് ഉറങ്ങുകയാണോ ഇല്ലയോ എന്നുള്ളത് 2 ദിവസം കൊണ്ടല്ലല്ലോ അറിയുന്നേ, അതിന് മുമ്പും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമേ ഉള്ളൂ. അപ്പൊ KPCC പ്രസിഡന്റിനെ കുറിച്ച് ആക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവും, പ്രവർത്തകർക്ക് ഉണ്ടാവും, നേതാക്കളെ കുറിച്ചുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാര്യം പരിശോധിക്കണ്ടേ? നമ്മള് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജയിക്കില്ലല്ലോ, ഒരു മണ്ഡലത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. അപ്പൊ ആ മണ്ഡലത്തിൽ എന്തുകൊണ്ട് തോറ്റു? ഓരോ മണ്ഡലത്തിനും ഓരോ സ്വഭാവമാണ്, അല്ലാതെ എല്ലാ മണ്ഡലത്തിനും പൊതു സ്വഭാവമല്ല. ഓരോ മണ്ഡലത്തിനും ഓരോ സ്വഭാവമാണ്. ഓരോ മണ്ഡലത്തിന്റെ ചുമതല ഓരോ നേതാക്കൾക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് എങ്ങനെ തോറ്റു എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. ആ പരിശോധിക്കുമ്പം KPCC പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് എത്ര തെറ്റുണ്ടായി, KPCC പ്രസിഡന്റ് ഭാഗത്ത് വീഴ്ച എന്താണ് ഉണ്ടായത്, ഇതാദ്യം പരിശോധിക്കണം. ഇത് പരിശോധിക്കണമെങ്കിൽ അവർ വെള്ളിയാഴ്ച KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ ഇനി 4 ദിവസമുണ്ട്. ഈ 4 ദിവസത്തിനുള്ളിൽ ഹൈബീഡിനെ പോലുള്ള നേതാക്കള് അദ്ദേഹം അത് ആലോചിക്കുക. എങ്ങനെയാണ്, അദ്ദേഹം MP ആണല്ലോ, അദ്ദേഹം അന്വേഷിക്കണം എങ്ങനെ ഞങ്ങൾ പരാജയപ്പെട്ടു. എറണാകുളത്ത് വിജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, എറണാകുളം ജില്ലയിൽ വിജയിച്ചു. തൊട്ടടുത്ത തൃശ്ശൂരിൽ വലിയ പരാജയം നേരിട്ടു, കോട്ടയത്ത് നേരിട്ടു, ആലപ്പുഴ നേരിട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്? ആദ്യം അന്വേഷിക്കണം, അത് അറിയണം. ഇതിന് ശേഷം മാത്രമേ ഇങ്ങനെ പൊതു അഭിപ്രായം പറയാൻ പാടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് അവർക്ക് അഭിപ്രായങ്ങൾ നേതാക്കളോട് പറയാം, ചാനൽ സുഹൃത്തുക്കളോട് വ്യക്തിപരമായിട്ട് പറയാം, പരസ്യമായി പറയാൻ പാടില്ല, വ്യക്തിപരമായിട്ട് പറയാം. ഇത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഉറങ്ങുന്ന പ്രസിഡന്റിനെ എന്തിനാണെന്ന് ചോദിക്കുന്നത് അത് തികച്ചത് തെറ്റായെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഹൈബീഡൻ തന്നെ ഇട്ടതാണോ അതോ ഇനി കായംകുളത്തെ നമ്മുടെ പ്രതിഭാകരി പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹൈജാക്ക് ചെയ്തതാണോ എന്നൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഹൈബീഡൻ ഇട്ടത് തന്നെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ഒരു വിശദീകരണം പറയട്ടെ. കാരണം ഈ ഉറങ്ങുന്ന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത്രയും മോശമാണ്. അല്ല, ശ്രീ N ശ്രീകുമാർ, ഉറങ്ങുന്ന പ്രസിഡന്റ് ഹൈബി പറയുമ്പോൾ ഈ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് അടക്കം തലമുറ മാറ്റം വേണമെന്ന് KC ജോസഫ് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഹൈബിയിലെത്തി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഈ മാധ്യമ ഭാഷയാണ് എന്റെ പറഞ്ഞേ. ഈ തലമുറ മാറ്റം എന്ത്? ഈ തലമുറ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷമുള്ള തലമുറ എന്ന് പറയുന്നത് വളരെ ചെറുപ്പമല്ലേ?
രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പുള്ള തലമുറ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രായമുള്ളതാണ്. ഇപ്പൊ ഈ തലമുറ എന്ന് പറയുമ്പോൾ 70 വയസ്സുള്ള ഒരാൾ മാറിയിട്ട് 69 വയസ്സ് അല്ല 65 വയസ്സ് അങ്ങനെ വേണമല്ലോ വരാനായിട്ട്, അല്ലാതെ മേപ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. 70 വയസ്സുകാരൻ്റെ 71, 72 അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ തലമുറ ഒരു തലമുറയാണ് വേണ്ട, ആ ഒരു തലമുറയാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ തലമുറയാണ് ഒരു തലമുറ. KC ജോസഫ്, ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BM സുധീരൻ, ആ ഒരു തലമുറയാണ്. അതിനുശേഷമുള്ള തലമുറ രമേശ് ചെന്നിത്തലയുടെ തലമുറയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആ രമേശ് ചെന്നിത്തലയുടെ തലമുറ മാറണമെന്ന് പറയുമ്പോൾ രമേശിന്റെ വലിയ പ്രായമൊന്നുമില്ല, 63 വയസ്സേ ആയിട്ടുള്ളൂ. അത് ആ എന്ത് തലമുറ മാറ്റം എന്നീ പറയുന്നത്? 63 വയസ്സുള്ള ആൾ മാറിയിട്ട് 56 വയസ്സുകാരനായ തലമുറ മാറ്റാവുമോ? അതൊരു തലമുറ മാറ്റം. അതൊക്കെ ചുമ്മാ വെറുതെ ഓരോരോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓരോ ആക്ഷേപം ഉന്നയിക്കുന്നല്ല. എന്തായാലും ഞാനൊന്ന് ഇടപെടുന്നു ശ്രീ എൻ ശ്രീകുമാർ. അതിൽ ആ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ KPCC സെക്രട്ടറി ശ്രീ പഴകുളം മധു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പഴകുളം മധു, തോൽവി അംഗീകരിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വങ്ങളുടെ ഭാരവാഹികൾ കൂട്ടമായി രാജിവെക്കുന്നു. ഈ സംസ്ഥാന നേതൃത്വം ഇതേ മാതൃക പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ പാർട്ടിയിലുണ്ട്. അതാണോ ഈ പരസ്യ വിമർശനങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ് മുൻപൊരു കാലത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ആ തിരിച്ചടിയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. പരിഹാരം ഉണ്ടാക്കാതെ നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാണ്. ഉത്തരവാദിത്വം ആർക്കാണ്? ആരാണ് ഇത് ചെയ്തത്? ആരാണ് കാരണക്കാർ? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇതിലെല്ലാവരും ഉത്തരവാദികളാണ്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും വ്യക്തികളല്ല, നയങ്ങളാണ്, പാർട്ടി പരിപാടിയാണ്. അടിത്തട്ടിൽ പാർട്ടിയില്ല, സംഘടനയില്ല, സംഘടനാ മെക്കാനിസം തകർന്നു പോയിരിക്കുന്നു. അതിന് ഏതെങ്കിലും ഒരാൾ മാത്രമല്ല കുറ്റപ്പാർ. ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞാനും എനിക്ക് മുകളിലും താഴെയുമുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃ സംഘം ഒന്നാകെ ഏറ്റെടുക്കണം. ഞങ്ങളെല്ലാം രാജിവെച്ച് ചെയ്യാം. ഞങ്ങൾക്കാർക്കും ഈ സ്ഥാനങ്ങൾ വേണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ആ സ്ഥാനങ്ങൾ ഇരുത്തട്ടെ. DCC പ്രസിഡന്റുമാർ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ഞാൻ അവരെ എൻകറേജ് ചെയ്യുന്നു. അവർ രാജിവെച്ചിട്ടുള്ളത് മറ്റേതെങ്കിലും ഒരാളുടെ രാജിക്കായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം, ഉദാഹരണത്തിന് M. ലിജു ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം DCC പ്രസിഡന്റാണ്. ആ പരാജയം ആലപ്പുഴ ജില്ലയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒഴികെ ഒരു സീറ്റ് നമ്മൾ ജയിച്ചിട്ടില്ല. അവിടുത്തെ DCC പ്രസിഡന്റ് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കുന്നതിനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. മറ്റൊരാളുടെ രാജിക്ക് വേണ്ടിയുള്ള ഒരു നാടകമാണെന്ന് കരുതണ്ട. ആത്മാർത്ഥമായ രാജിയാണ്. അല്ല, ആ മോറൽ റെസ്പോൺസിബിലിറ്റി സംസ്ഥാന നേതൃത്വം കാണിക്കണം എന്നുകൂടിയാണല്ലോ ഈ നേതാക്കന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് യുവതലമുറയിലുള്ള അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിലുള്ളവർ മാറി നിൽക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ മാതൃക സംസ്ഥാന നേതൃത്വം കാണിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുക്കണം. അതിപ്പോ ഇന്നയാൾ A, B, C എന്ന് ഞാൻ പറയുന്നില്ല. ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളിൽ മാത്രം ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞോളൂ, ഒരാളോ രണ്ടുപേരോ അല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കേരളത്തിൽ കോൺഗ്രസിനെ കഴിഞ്ഞ കുറെ നാളുകളായി നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. UDF നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവർക്കും ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള പങ്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളല്ല, നയങ്ങളാണ്. ആദ്യം തീർക്കേണ്ടത് ഗ്രൂപ്പാണ്. ഇനി ഗ്രൂപ്പിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. ഗ്രൂപ്പുകൾ ഇന്ന് സഹായിക്കുന്നത് വ്യക്തികളെ മാത്രമാണ്, സംഘടനയെ സഹായിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഘടനയ്ക്ക് ശക്തിപ്പെടണമെങ്കിൽ, സംഘടന ഈ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ സംഘടനയ്ക്ക് ഗുണമുള്ള ഗ്രൂപ്പായി വരട്ടെ. ഒരു തെറ്റുമില്ല. രണ്ട് ചേരികളായിക്കോട്ടെ, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളായിക്കോട്ടെ. ഇത് ഗ്രൂപ്പുകൾ അവരുടെ വ്യക്തികളെ പ്രതിഷ്ഠിക്കാനും വ്യക്തിഗതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും, ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഒരു ഗ്രൂപ്പിന് ആജീവനാന്തം തീരെഴുതി കൊടുക്കുക, ഒരു മണ്ഡലം ഒരു ഗ്രൂപ്പിന് 10ഉം 50ഉം വർഷത്തേക്ക് തീരെഴുതി കൊടുക്കുക, ആ ഗ്രൂപ്പിൽ തന്നെ പിന്നെ പുനഃസംഘടിപ്പിച്ചാലും ആ ഗ്രൂപ്പിൽ തന്നെ. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് മര്യാദയാണ്? ഇതാണ് പാർട്ടിയെ കൊന്നത്. ഗ്രൂപ്പാണ്. അല്ല ശ്രീ പഴകുളം, ഒറ്റ കാര്യം വ്യക്തമാക്കിക്കോട്ടെ. അതായത് ഈ ഉയരുന്ന ആരോപണങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആരോപണങ്ങളാണോ? നേമത്ത് മുല്ലപ്പള്ളി മുരളീധരന്റെ പ്രചാരണത്തിന് എത്തിയില്ല, KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ തടയുന്നു, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്നതിന്, അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് തിരിയുന്നതിനെതിരെയോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ നയങ്ങൾക്കെതിരെയോ അല്ല, വ്യക്തികൾക്കെതിരെയുള്ള വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. അതുകൊണ്ടാണ് ഈ മാറ്റം എന്ന് പറയുന്നത് വ്യക്തികൾ മാറുകയാണ് എന്നുള്ള രീതിയിലുള്ള ആവശ്യമാണ് നേരിട്ടുയരുന്നത്. വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാര്
ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത് അതൊരു മഹാപരാധമൊന്നുമല്ല. മാറ്റം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നതിലും ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് വ്യക്തികളെക്കാൾ കൂടുതൽ നയങ്ങളാണ്. ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബഹുമാനായ KPCC പ്രസിഡന്റ് നേമത്തൊരു മീറ്റിംഗിൽ പോയില്ല എന്നതുകൊണ്ടാണ് ഈ കേരളത്തിൽ പരാജയമെല്ലാം സംഭവിച്ചത് എന്ന് ഞാനോ താങ്കളോ വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡ്, താങ്കൾ ശ്രീ ബഹുമാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് ഉച്ചരിച്ചു. ഞാൻ ഏതെങ്കിലും ഒരു നേതാവ് ഹൈക്കമാൻഡോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ AK ആന്റണിയോ KC വേണുഗോപാലോ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും വേണ്ടി ഇടപെട്ടിട്ടില്ല. ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവും ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് യുവാക്കൾ, പുതുമുഖങ്ങൾ അവർ വരണം, അവർക്ക് അവസരം ഉണ്ടാക്കണം. അത് ഉണ്ടായി. 50% യുവാക്കൾ വന്നു. തെറ്റാണോ ഇത്? ഏത് യുവാവാണ് മോശക്കാരായിട്ടുള്ളത്? ഏത് ചെറുപ്പക്കാരൻ ഏത് സ്ഥലത്താണ് മോശപ്പെട്ട സ്ഥാനാർത്ഥി? പറയട്ടെ. അല്ല, അതായത് ശ്രീ പഴകുളം വ്യക്തമായി ചോദിക്കട്ടെ, ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. കാരണം സ്വാഭാവികമായും ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും എല്ലാവരും വലിയ രീതിയിൽ പ്രതീക്ഷിക്കുകയും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കടക്കാനുള്ള അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഹൈക്കമാൻഡ് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. ഹൈക്കമാൻഡ് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവർ ഗൗരവപൂർവ്വം പരിശോധിക്കുന്നുണ്ടാകും. ഹൈക്കമാൻഡായിട്ടുള്ള പ്രവർത്തന രീതി അവലംബിച്ചുകൊണ്ട് അവരത് ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടപെട്ടോട്ടെ, അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. പക്ഷെ ഹൈക്കമാൻഡ്, താങ്കൾ സൂചിപ്പിച്ച പോലെ ഇവിടെ ഹൈക്കമാൻഡ് AICC ആരെങ്കിലും ഇത്തവണയാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ UDF-നും കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചിട്ടുള്ളത്. ഇത്തവണ ആരും ഡൽഹിക്ക് വരേണ്ടത് ഹൈക്കമാൻഡ് പറഞ്ഞു. ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ ഡൽഹിക്ക് വരണ്ട, കാരണം ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല എന്നവർ പറഞ്ഞു. കേരളത്തിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഒരുമിച്ച് ശുപാർശ ചെയ്ത പേരുകളല്ലാതെ ഒരു പേരും കേരളത്തിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇന്ന മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കി. ഹൈക്കമാൻഡിന്റെ ഏതെങ്കിലും നേതാവ് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഇറക്കി ആരെങ്കിലും പറയട്ടെ. ഏത് ഉന്നത നേതാവ് പറയട്ടെ. പരസ്യമായി അതിന് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് തലയിൽ ആരും കെട്ടിവെക്കണ്ട. ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നടപടികളിലേക്ക് കടക്കാനും ഹൈക്കമാൻഡിന് ആരോടും ഒന്നും ചോദിക്കാനുള്ള ഒരു അധികാരമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിനൊരു പ്രസക്തിയില്ല എന്നുകൂടിയാണോ പറഞ്ഞു വെക്കുന്നത്? ഇല്ല, ഹൈക്കമാൻഡ് ഞാൻ മുൻപ് കാലങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ പലതുകൊണ്ട്. പക്ഷെ ഇത്തവണ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരാളുടെയും പേര് പറയില്ല. അത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. അപ്പൊ എല്ലാ റെസ്പോൺസിബിലിറ്റിയും സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്കാണ് വന്നത്. അവരുടെ എല്ലാ പേരും തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, റൈറ്റ്. ആ പോയിന്റ് വ്യക്തമാണ്. ദയവായി ഒന്ന് തുടരുക ശ്രീ പഴകുളം. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഈ തീരുമാനം എടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനകത്ത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളല്ല ഉണ്ടായിരുന്നത്. കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നു. പിന്നീട് ഇങ്ങനെ ഒരു വലിയ തോൽവിയിലേക്ക് പോകുമ്പോൾ ഒരു നടപടിയിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നതിൽ പ്രസക്തിയുണ്ടോ? അതോടൊപ്പം തന്നെ ചോദിച്ച ചോദ്യം യുവ നേതാക്കളെല്ലാം ഉയർത്തുന്നത് തലമുറ മാറ്റം എന്നുള്ള ഒരു വാക്കാണ്. അതിൽ എന്താണ് പ്രസക്തി? ആദ്യം തലമുറ മാറ്റം. ശ്രീകുമാർ ഈ തലമുറ മാറ്റം എന്നുള്ളതിനെ വളരെ പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത്. ഞാൻ തലമുറ മാറ്റം എന്നുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട ശ്രീകുമാറിനോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു വലിയ തലമുറ, മുതിർന്ന തലമുറയിലെ ഒരാൾ ഇരുന്നത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം വിജയിക്കണം എന്നില്ല, ഒരു പ്രസ്ഥാനം വിജയത്തിലേക്ക് നീങ്ങണം എന്നില്ല, കുതിക്കണമെന്നില്ല. ഒരു പുതിയ തലമുറക്കാരനെ വെച്ചത് കൊണ്ടും ആകണം എന്നില്ല. പക്ഷേ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ, ആ ആളിൻ്റെതായ പ്രാഗൽഭ്യം ഉണ്ടാവണം. ഒരു കാലത്ത് കെ കരുണാകരൻ 9 അംഗങ്ങളെയും കൊണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് കെ കരുണാകരൻ അന്ന് തിരുവനന്തപുരത്ത്, 9 അംഗങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ നേതാവായിട്ടിരുന്ന് കരുപ്പിടിപ്പിച്ച ഒരു കോൺഗ്രസ് പ്രസ്ഥാനമുണ്ടല്ലോ, ഒരു UDF പ്രസ്ഥാനമുണ്ടല്ലോ. അതിനെ ഈ നില വരുത്തിയത് ആര് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. എല്ലാവരുമാണ്. ശ്രീകുമാർ പറഞ്ഞ അതിനോട് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും കൂടിയാണ്. പക്ഷെ അതിനിടയ്ക്ക് അതിനകത്ത് ഒരു KPCC പ്രസിഡന്റിന് നേരെ അദ്ദേഹം ഉറങ്ങുകയാണോ എന്ന് ഒരു MP ചോദിച്ചതിൽ അതിൽ മഹാഭാവം ഒന്നുമില്ല ശ്രീകുമാറെ. അത് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കാൻ ഇവിടെ ആളുണ്ടാവണം. അത് കോൺഗ്രസ്സുകാരുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ കോൺഗ്രസിന്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു പുനഃപരിശോധനയൊന്നുമല്ല. ഒരു റെയിൽവേ അപകടം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാരനായ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി രാജി എഴുതി കൈ കൊടുത്തല്ലോ. 2004
ഇവിടെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയപ്പോ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി രാജി എഴുതി കൊടുത്തല്ലോ ശ്രീകുമാർ. ഇവിടെ ആകാശം ഇടിഞ്ഞു വേണ്ടില്ല, അവിടെ നിന്ന് കോൺഗ്രസ് വളർന്നു വന്നു. ഇവിടെ 19 ലോക്സഭാ സീറ്റ് നേടിയ കോൺഗ്രസിന്റെ ഒരു തട്ടകം ഈ കേരളത്തിലുണ്ട്. ഈ തട്ടകം ഇന്ന് നശിച്ചു കിടക്കുകയാണ്. ഇത് പുതുക്കിയെടുക്കാൻ ഒരു പുതിയ കോൺഗ്രസിനെ ഉണ്ടാക്കുകയാണ് ആവശ്യം. പുതിയ കോൺഗ്രസ് ഉണ്ടാകണമെങ്കിൽ പഴയ നേതാക്കൾ മാറണം. പത്തനംതിട്ട, ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അവിടെ കോൺഗ്രസ് അടിപതറിപ്പോയി. സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപതറാൻ ഇടയാക്കിയതാണ് നമ്മുടെ വളരെ സംപൂജ്യരായ കോൺഗ്രസ് നേതാക്കന്മാർ. അർഹതപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കാതെ പുറം രാജ്യത്ത് നിന്നൊക്കെ സീറ്റ് കൊടുത്തു. പടിപ്പടിയായിട്ട് കോൺഗ്രസിനെ നിർജീവമാക്കി. ഞാൻ ചോദിക്കട്ടെ, ശ്രീ എൻ ശ്രീകുമാർ, പത്തനംതിട്ടയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പത്തനംതിട്ടയിൽ DCC പ്രസിഡന്റ് അടക്കം രാജിവെച്ചിരിക്കുന്നു. ഈ താഴെ തലം തൊട്ട് ഒരു പുനഃസംഘടന ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് അദ്ദേഹം രാജ്യസന്നദ്ധതയിലേക്ക് കടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായതാണ് ആ സമയത്ത് എന്നുള്ളത് ആ ഒരു ജില്ല മാത്രം എടുത്താൽ മതി. ഒരുപാട് എക്സാമ്പിളുകൾ കടക്കുകയും ചെയ്തു. CPM-നേക്കാൾ കൂടുതൽ യുവ നേതാക്കൾ വളർന്നു വരുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. എന്തിനാണ് തലമുറ മാറ്റത്തെ ഭയക്കുന്നത്? എന്തിനാണ് മടിക്കുന്നത്? എന്തിനാണ്? ഞാനേ എന്റെ സുഹൃത്ത് ജേക്കബ് തെറ്റിദ്ധരിച്ചു. അതായത് തലമുറ മാറ്റം എന്ന് പറഞ്ഞാല് സാധാരണ രീതിയിലെ പഴയ കാലത്ത് എങ്ങനെയാണെങ്കിൽ ഇപ്പോ K കരുണാകരനും അതുപോലെ കോൺഗ്രസിന്റെ ആ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നപ്പോൾ വളരെ ചെറുപ്പമായിരുന്നു AK ആന്റണിയെ പോലുള്ള നേതാക്കൾ. കാരണം അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ KPC പ്രസിഡന്റ് ആളാണ്. പിന്നെ ആ തലമുറയാണ് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറിയപ്പോൾ ഉമ്മൻചാണ്ടിയും അതുപോലെ വിരലെണ്ണം 10 പേരെന്ന് വെച്ചോളൂ, വെറും 10 പേര് മാത്രമേ ഇന്ന് കേരളത്തിന്റെ തലപ്പത്തുള്ളൂ. അതിൽ തന്നെ വളരെ ഇനാക്റ്റീവ്, VM സുധീരനൊന്നും അത്ര സജീവമല്ലല്ലോ. അപ്പൊ അതിൽ തന്നെ തലമുറ വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഇനാക്റ്റീവ് വെച്ചാൽ അത്ര സജീവമല്ലാത്ത ആളുകളും ഉണ്ട്. ഈ തലമുറ മാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉദാഹരണം ഞാൻ പറയാം. അതിനുശേഷം ഞാൻ പത്തനംതിട്ടയിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ യുവ നേതാക്കൾക്ക് 10-60 യുവാക്കളും മത്സരിച്ചു. 10-60 യുവാക്കളും മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യം എന്താണ്? പുതിയ തലമുറ മത്സരിക്കണമെന്ന്. പുതിയ തലമുറ മത്സരിച്ചു. എത്ര പേര് ജയിച്ചു? അരനൂറ്റാണ്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ജയിച്ചില്ലേ? ഇന്നലെ ആദ്യമായി കന്യാംഗത്തിൽ വന്ന ചെറുപ്പക്കാരൻ തോറ്റുപോയി. അത് തലമുറ മാറ്റത്തിന്റെ അല്ല, ജനബന്ധം വേണം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം വേണം. പിന്നെ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്തെ പാർട്ടി സംവിധാനം എങ്ങനെയാണ് അത് ആദ്യം ആലോചിക്കണം. അവിടെ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്നാലോചിക്കണം. അതുണ്ടായിട്ടില്ല. പിന്നെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് അല്ലേ? ആന്റണി അല്ലേ അവിടെ ജയിച്ചത്? പിന്നെ അതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ 2 ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോറ്റതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പത്തനംതിട്ട ഉൾപ്പെടുന്ന സ്ഥലത്തെ നിയമസഭയിൽ തോറ്റെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റതിന്റെ വ്യക്തമായ കാരണം നമുക്കറിയാം. അതിലിപ്പോ ഉമ്മൻചാണ്ടി ആണെങ്കിലും സുധീരനാണെങ്കിലും ഇനിയിപ്പോ നാളെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചിട്ട് KPC പ്രസിഡന്റ് ആക്കുകയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും UDF. കാരണം അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ശ്രീകുമാർ, ഇപ്പോഴത്തെ വിഷയമല്ല. ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഏത് രീതിയിൽ എന്ന് കോൺഗ്രസ് ഉറ്റുനോക്കുമ്പോൾ അപ്പോഴെങ്കിലും ഈ മാറ്റത്തിലേക്ക് കടക്കണ്ടേ എന്ന ഒരു അർത്ഥം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ യുവ നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവ് സ്ഥാനം അടക്കം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവ നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അല്ല, വാർത്തകളിലേ വരുന്നുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ആരും രമേശ് ചെന്നിത്തല മാറണമെന്ന് പറയുന്നത് തോന്നുന്നില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ കാലത്തേക്ക് സത്യസന്ധമായ ആരോപണങ്ങൾ, അങ്ങനെ പറയണം, സത്യസന്ധമായ ആരോപണങ്ങൾ, ആ സത്യസന്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ മാധ്യമപ്രവർത്തകല്ലേ, ഏത് ആരോപണമാണ് തെറ്റിയത്? ഒരെണ്ണം പറയൂ. ഏത് ആരോപണം? ശ്രീ ജേക്കബ് ജോർജ് എത്രയോ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പറയട്ടെ, തിരുവനന്തപുരത്തല്ലേ അദ്ദേഹം, ഏത് ആരോപണമാണ് തെറ്റിയത്? പക്ഷെ നോക്കൂ, ഒരു കോവിഡ് സാഹചര്യം വന്നു. ഈ കോവിഡ് സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ തുടർഭരണം ഉമ്മൻചാണ്ടിക്ക് തന്നെ സംശയമൊന്നും വേണ്ട. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ നേതൃത്വം. LDF അത് ഫലപ്രദമായി ഉപയോഗിച്ചു. അതിനെ പ്രതിരോധിക്കാൻ UDF-ന് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടേ കഴിയുള്ളൂ. അല്ലാണ്ട് പിണറായി വിജയൻ സന്ധ്യയ്ക്ക് പത്രസമ്മേളനം നടത്തുമ്പം ബദൽ പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അദ്ദേഹം ഒരു അങ്ങനെയാണെങ്കിൽ ശ്രീ എൻ ശ്രീകുമാർ, ഈ ഹൈബി അടക്കം KC ജോസഫ് അടക്കമുള്ളവർ ഇനിയിപ്പോ K സുധാകരനൊക്കെ ഇനി എന്ത് പ്രസ്താവനയാണ് നടത്താൻ പോകുന്നതെന്ന് കണ്ടറിയാനിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കും ആ രീതിയിലുള്ള ഒരു പരാമർശം മതിയല്ലോ. താങ്കൾ പറഞ്ഞ ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, പാർട്ടിക്കകത്ത് ഉള്ള ഈ ആത്മവിശ്വാസം, അത് ഈ പാർട്ടിയുടെ അകത്ത് എന്താണ് കാണാത്തത്? അത് നേതാക്കളുടെ കുഴപ്പം. നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കാണിച്ചത്? അവര്
തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിൽ പല വിഷയങ്ങളിലും ജമാഅത്തെ ബന്ധമാകട്ടെ, SDP ബന്ധമാകട്ടെ, മറ്റേ BJPയുടെ ബന്ധമാകട്ടെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചാവട്ടെ, മഞ്ചേശ്വരമാവട്ടെ, നിയമമാവട്ടെ, എല്ലാം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ലേ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഒരു പ്രമുഖ നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് തുടർഭരണം ഉണ്ടായേക്കുമെന്നല്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് തോൽവിക്ക് ശേഷം പലതും പറയാം. പക്ഷെ അതിന് സമയമുണ്ട്. ഞാൻ പറയുന്നതിൽ തെറ്റ് പറയുന്നില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അവർ പറയുന്നതിന് സമയമുണ്ട്. കാരണം പ്രവർത്തകനല്ല പറയേണ്ടത്, നേതാക്കളാ പറയണ്ടേ. ഈ പഴകുളം മധു ഉണ്ടല്ലോ, അദ്ദേഹം KPC ജനറൽ സെക്രട്ടറിയാണ്. പഴകുളം മധു അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അങ്ങനെ തന്നെയാണ്. പ്രാദേശിക പ്രവർത്തകർ എന്ത് ചെയ്തു ഇതിൽ ജില്ലാ കമ്മിറ്റികൾക്ക് ഉത്തരവാദികളാണ്. തിരികെ വരാം, വളരെ പെട്ടെന്ന് തിരികെ വരാം. ഒരു ചെറിയ ഇടവേള, ഞാൻ പെട്ടെന്ന് തിരികെ വരാം. ശ്രീ ജേക്കബ് ജോർജ്, LDFന്റെ വിജയം കോവിഡ് കാലത്തെ അതിജീവിച്ചത് കൊണ്ടാണെന്നുള്ള ശ്രീ N ശ്രീകുമാറിന്റെ വാദം, അത് തോൽവിയുടെ കാരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചയിലേക്ക് പോകേണ്ടി വരും. അതിന് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. പക്ഷേ ലീഗിനകത്ത് പോലും പ്രതിഷേധ സ്വരമുണ്ട്. ഈ നേരത്തെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞതുപോലുള്ള ആത്മവിശ്വാസം അത് കോൺഗ്രസിനകത്ത് നേതാക്കൾക്കില്ല, അത് ലീഗിനകത്ത് പോലുമില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വരെ പ്രതിഷേധ സ്വരം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്ന ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നല്ല ഒന്നാം തരം ഗവൺമെന്റ് ആയിരുന്നു. വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും കരുതലും ഒക്കെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി നല്ലൊരു മാതൃക തന്നെയായിരുന്നു കേരള ഭരണത്തിന്. ആരാ ഭരണത്തെ തകർത്തത്? അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞു ഭരണ തുടർച്ചയാണ്, കാരണം BJPക്ക് കുറെ കൂടുതൽ വോട്ട് കിട്ടിയാൽ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ജയിക്കും, CPM താഴെ പോകും. നല്ല വിദഗ്ധമായ കണക്കൂട്ടിലായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതാ ഭരണ തുടർച്ച, അദ്ദേഹം കണക്കൂട്ടി. പക്ഷേ ആ ഗവൺമെന്റിനെ തകർത്തത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? ശ്രീകുമാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. അതാണ് ആ കോൺഗ്രസിനെ തകർത്തു, അഴിമതിയിൽ മുക്കി, മദ്യത്തിൽ മുക്കി, മദ്യക്കടകളെല്ലാം അടച്ചിടേണ്ടി വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായി, അവസാനം കുളമായി. അതുപോലെയല്ല പിണറായി വിജയൻ. CPM അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിലാണ്, ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കരുക്കളും, ചതുരംഗത്തിലെ കരുക്കൾ നീക്കുന്നത് മാതിരി വിദഗ്ധമായിട്ട് ഭരണത്തിന്റെ കരുക്കൾ നീക്കി. ആദ്യം മുതൽ ഇത് 1-2 വർഷം കൊണ്ട് ഉണ്ടായതല്ല, 5 വർഷമായി അദ്ദേഹം വളരെ കൃത്യമായി തന്നെയാണ് ഭരിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു പാഠപുസ്തകമായിട്ട് വളർന്നിരിക്കുന്നു. ഈ 5 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം അടുത്ത ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഒരു ക്ലീൻ സ്ട്രീറ്റ് തുടങ്ങാൻ പോവുകയാണ്. ഒരു ഡ്രീം ക്യാബിനറ്റ് ആണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അതിലേക്കുള്ള നീക്കമാണ്. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് അടക്കുകയാണല്ലോ. അത് അവിടെ ശ്രദ്ധിക്കുന്നത് ഒരു പുതിയ മന്ത്രിസഭ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലെ കാണാം. അതിനെ എങ്ങനെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിൽ ഒരു പുതിയ നേതൃത്വം ഉയരുമോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉയർത്തേണ്ട ചോദ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ പഴകുളം മധു, N ശ്രീകുമാർക്ക് പോകുന്നു. ശ്രീ പഴകുളം മധു, ഒറ്റ ചോദ്യം കൂടി. ലീഗിന്റെ വോട്ട് ബാങ്കായിട്ടുള്ള UDFന്റെ തന്നെ വോട്ട് ബാങ്കുള്ള സമസ്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശിച്ചുകൊണ്ട് സുപ്രഭാതം എഡിറ്റോറിയൽ വലിയൊരു വിമർശനം വന്നിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തിൽ മൊത്തത്തിൽ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് കോൺഗ്രസിന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നു. ഹലോ ശ്രീ പഴകുളം മധു, സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ സമസ്തയുടെ വിമർശനം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. അല്ല, പലരും സ്വയം വിമർശനം നടത്തേണ്ടവരാണ്. ആ കൂട്ടത്തിൽ പെട്ടതാണ് സമസ്തയും. ഞാൻ അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അവർ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ പലതും അർത്ഥശൂന്യമായ വിമർശനങ്ങളാണ്. ഞാൻ അതിൽ കൂടുതലായിട്ട് പാർട്ടി അതിനെക്കുറിച്ച് ഒഫീഷ്യലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ കടന്നു. ഓക്കെ, റൈറ്റ്. ശ്രീ പഴകുളം മധു, വളരെ ചുരുങ്ങിയ വാക്കുകൾ. N ശ്രീകുമാർ, ഹൈക്കമാൻഡ്, താങ്കൾ പറഞ്ഞ ആത്മവിശ്വാസം ഹൈക്കമാൻഡിന് ഉണ്ടാകുമോ? ആ ഒരു കടുത്ത നടപടി ഹൈക്കമാൻഡ് ഒഴിവാക്കുമോ, അതോ നടപടിയിലേക്ക് കടക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് തോന്നുന്നത് ശ്രീ N ശ്രീകുമാർ? അല്ല, ഹൈക്കമാൻഡ് നടപടി എടുക്കുകയില്ല. നടപടിയുടെ സ്വഭാവമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം രാഷ്ട്രീയകാര്യ സമിതി ചേരട്ടെ. രാഷ്ട്രീയകാര്യ സമിതി ചേർന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ മാധ്യമങ്ങളിൽ പറയുന്ന പല നമ്മളുടേതായ നിഗമനങ്ങളും ചില നേതാക്കൾ ഇപ്പൊ പ്രകടിപ്പിച്ച അഭിപ്രായം അതിപ്പോ നോക്കൂ. ഹൈബി കുറിച്ച് ബാക്കി എല്ലാ നേതാക്കളും പറഞ്ഞത് വളരെ പക്വതയോടെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്. അത് അങ്ങനെ പറയാം, കുഴപ്പമില്ല. ഒരു ഉറക്കുന്നെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നതിനെ മാത്രമേ ഞാൻ എതിർത്തിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെ പറയാം. പക്ഷെ രാഷ്ട്രീയകാര്യ സമിതി ചേരുമ്പോൾ ഇതിന്റെ കാരണങ്ങൾ വിലയിരുത്തേണ്ട. പറഞ്ഞ എന്തുകൊണ്ട് തോറ്റു കോൺഗ്രസ്? അങ്ങനെ അവർ ആദ്യം നേതൃമാറ്റം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കമാൻഡ് കടക്കുകയില്ല. അതുകൂടിയാണോ താങ്കൾ വിലയിരുത്തുന്നത്? ചുരുങ്ങിയ സമയങ്ങൾ നമുക്കൊന്ന് വ്യക്തമാക്കാം. രണ്ട് കാര്യമുണ്ട്. നേതൃമാറ്റം എന്ന് 2 കാര്യമുണ്ട്. ഒന്ന്, സ്വയം രാജിവെച്ചു പോകാം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് മാറ്റാം. സ്വയം രാജിവെക്കുന്നതാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് സ്വയം രാജിവെക്കണമാണോ
അതോ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരും കുറ്റക്കാരല്ല, എന്റെ യഥാർത്ഥ കാരണം ഇന്നതാണ് എന്നൊരു നിഗമനത്തിൽ കോൺഗ്രസ് എത്തുമോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് കാര്യമായ വീഴ്ച ഉണ്ടായിട്ടില്ല, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായോ ഇല്ലേ, ഇതാണ് അറിയേണ്ടത്. അപ്പൊ അതിന് നിരീക്ഷകരുണ്ടാകും, AICCയുടെ നിരീക്ഷകരുണ്ടാകും. ആ നിരീക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും. ഏതായാലും വിമർശനങ്ങൾ നടത്തുന്നവർ സ്വയം വിമർശനം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ പഴകുളം മധു ഈ ചർച്ച അവസാനിപ്പിച്ചിട്ട് പോയത്. ഏതായാലും ചെളിവാരിയേറിയലും ആരോപണങ്ങളും അവസാനിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അറിയാം. ഇനിയും പ്രതികരിക്കാനുണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള പ്രമുഖരായിട്ടുള്ള പലരും. അതുകൂടി കാത്തിരുന്ന ശേഷമാണ് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും KPCCയും അതോടൊപ്പം തന്നെ AICCയും എല്ലാം കടക്കുക എന്നുകൂടി ഉള്ള വലിയ വിലയിരുത്തലുകളിലേക്ക് കടക്കാൻ. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്, N ശ്രീകുമാർ, അതോടൊപ്പം തന്നെ ശ്രീ പഴകുളം മധു വാർത്തയിൽ നിന്നിൽ ചേർന്നാൽ പൂർണ്ണമാകുന്നു വാർത്ത.